രാവിലെ ശ്രീരംഗനാഥൻ്റെ ദർശനം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 ഏകദേശം 4.5 മണിക്കൂർ കംപ്ലീറ്റായിട്ട് ചുറ്റിക്കാണാൻ നമുക്കെടുത്തു. എന്നാൽ ശ്രീരംഗം മുഴുവനും അതിൻ്റേതായ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അറിഞ്ഞ് ചുറ്റിക്കാണണമെങ്കിൽ കുറഞ്ഞത് 2 days എങ്കിലും ആകും. അത്രയ്ക്ക് സന്നിധികളും പ്രകാരങ്ങളും ഉണ്ട് അവിടെ. ഉച്ചയൂണ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഹോട്ടൽ റൂമിൽ റെസ്റ്റ് എടുത്ത ശേഷം വൈകുന്നേരമായപ്പോൾ ജംബുകേശ്വർ അഖിലാണ്ടേശ്വര ക്ഷേത്രത്തിലെത്തി. തിരുവാനൈക്കാവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ശിവന്റെ പഞ്ചഭൂത തലങ്ങളിൽ ജലത്തെ സൂചിപ്പിക്കുന്ന ക്ഷേത്രമാണ്. വളരെ ബ്രഹ്മാണ്ഡമായതും ഒത്തിരി ഐതിഹ്യങ്ങളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ കൂടുതലങ്ങ് വീഡിയോ എടുക്കാനൊന്നും ശ്രമിച്ചില്ല. 8 മണിക്ക് മുമ്പേ മലക്കോട്ടെ തായുമാനവരെയും ഉച്ചിപ്പിള്ളി വിനായകരെയും പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 8 മണി കഴിഞ്ഞാൽ അവിടെ മല കയറുന്നതിനുള്ള ഗേറ്റ് ഒന്ന് ക്ലോസ് ചെയ്യും കേട്ടോ. അത് കാരണം ഇവിടുന്ന് നേരത്തെ പോയി ദീപാരാധന കഴിഞ്ഞിട്ട് ഒത്തിരി സ്റ്റെപ്സ് കയറേണ്ടതുണ്ട്. എനിക്ക് സാധിക്കുമോ എന്ന് തന്നെ ഡൗട്ടായിരുന്നു. എങ്ങനെയോ നമ്മ ശിവായ പറഞ്ഞൊക്കെ കയറി. ഗണപതിയുടെ, അതായത് ഉച്ചിപ്പിള്ള വിനായകരുടെ സന്നിധിയിൽ നിന്ന് നോക്കിയാൽ ഋഷി മുഴുവനും കാണാം, കാവേരി ഒഴുകുന്നതും കാണാം. നമ്മൾ രാത്രി എത്തിയതിനാൽ ലൈറ്റ് വ്യൂ ആണ് കാണാൻ സാധിച്ചത്. പകല് പോയിരുന്നുവെങ്കിൽ, അതായത് വെയിലിന് മുമ്പേ വരികയാണെങ്കിൽ കൂടുതൽ വ്യൂസൊക്കെ ലഭിക്കുന്നതാണ്. ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശബരിമലയ്ക്ക് മല കയറിയ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അത് തീരെ ഒരു ഓർമ്മയൊന്നുമില്ല. എന്നാൽ ഈ ഒരു മലകയറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നു. സ്റ്റെപ്സ് കയറിയതിനേക്കാളും ഇറങ്ങുമ്പോഴാണ് എൻ്റെ കാല് രണ്ടും കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മലക്കോട്ട വന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെ, ക്ഷേത്രം തന്നെയാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർ കാൽമുട്ടുകളെയൊക്കെ ഒന്ന് നല്ല സ്ട്രെങ്തൻ ചെയ്തിട്ട് വരണം. ഈ സ്റ്റെപ്സ് കയറുന്നതിന് നീ ഇത്ര പ്രയാസപ്പെടുകയാണെങ്കിൽ ശബരിമല മലയൊക്കെ കയറണമെന്ന് പറയണില്ലേ, അതെങ്ങനെ എന്ന് ചേട്ടനും ചോദിച്ചു, മോനും ചോദിച്ചു. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ചുമന്നു കൊണ്ടുപോകുന്ന ഭഗവാന് അല്ലേ, മല കയറ്റാൻ എന്ത് പ്രയാസം, ഭഗവാൻ അതും സാധിപ്പിച്ചു തരും.